മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ള അത് വെറുമൊരു സാധാരണ ഒരു കമ്മീഷൻ റിപ്പോർട്ടിന് എന്നുള്ളേക്കാൾ ഉപരി ഇന്ത്യ ശരിക്ക് മനസ്സിലാക്കുകയും എങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തെ സമഗ്രമായി നവീകരിക്കും എന്നതിൻ്റെ ഉത്തരവായിരുന്നു യഥാർത്ഥം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. ഒരുപക്ഷെ ഡോക്ടർ അംബേദ്കറിൻ്റെ ഇൻ്റർവെൻഷന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാകുന്നു, ഭരണഘടന ഉണ്ടാകുന്നു. അതിനുശേഷം ഇന്ത്യയെ അതിൻ്റെ ഒരു ജനാധിപത്യവൽക്കരിക്കുന്നതിലും സാമൂഹിക ജനാധിപത്യമായി പരിവർത്തനപ്പെടുത്തുന്നതിലുള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ടൂളായിരുന്നു യഥാർത്ഥത്തിൽ മണ്ഡൽ കമ്മീഷൻ. പക്ഷേ അതിനെ വളരെ കണ്ണിങ്ങായി, വളരെ ബോധപൂർവം തന്നെ ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ വഴിതിരിച്ചു വിട്ടു. അല്ലെങ്കിൽ അവരതിനെ നെടുക പിളർക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. 84, 83, 84 കാലഘട്ടത്തിൽ ഗുജറാത്തിലൊക്കെയുള്ള സംവരണ വിരുദ്ധ പ്രക്ഷോഭം അത് കൃത്യമായും അതൊരു RSSകാർ ക്രിയേറ്റ് ചെയ്താണെന്ന് നമുക്ക് പറയണമെന്നില്ല. കൃത്യമായിട്ടും സവർണ യുവത്വങ്ങളുടെ ഒരു പൊതുവായുള്ള അണ്ടർസ്റ്റാൻഡിങ് സംവരണത്തെക്കുറിച്ച് അതുകൊണ്ടുകൂടി ആകാം. തൊഴിലില്ലായ്മയൊക്കെയായിരുന്നു അതിൻ്റെ കാരണം. പക്ഷേ അതിനെ എങ്ങനെയാണ് കൈകാര്യം മനസ്സിലാക്കേണ്ടത് എന്നുള്ള നിലയിൽ ഉള്ള കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യയിലെ സെക്യുലർ പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതായിരുന്നു പ്രശ്നം. അഥവാ ആ ഒരു സോഷ്യൽ സൈക്ക് അല്ലെങ്കിൽ സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഒരു സാമൂഹികമായ ഒരു താല്പര്യത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്കറിയാം, ദേശീയ തലത്തിൽ അംബേദ്കറിന് ശേഷം അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ലോഹിയേറ്റ് വീക്ഷണം വളരെ പ്രബലമായിരുന്നല്ലോ. ഈ ലോഹിയേറ്റുകളൊക്കെ തന്നെ ഒരു അടിയന്തരാവസ്ഥ കഴിയുന്നതോടുകൂടി 80കളിലേക്ക് കടക്കുമ്പോൾ JP പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞ് അടിയന്തരാവസ്ഥയെ മറികടന്ന് വരുന്നതോടുകൂടി രാമമനോഹർ ലോഹിയുടെ ആശയമൊക്കെ ഒരു പതുക്കെ വിട്ടു എന്ന് വേണേൽ മനസ്സിലാക്കാം. അതുകൊണ്ട് സോഷ്യലിസ്റ്റുകളുടെ ഉള്ളിൽ നിന്ന് കാര്യമായി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ ഹൈലൈറ്റ് ചെയ്യാനും ഇന്ത്യയിൽ വളർന്നു വരുന്ന ആശയമാക്കി സമൂഹത്തെ ആകമാനം ജനാധിപത്യവൽക്കരിക്കാൻ ടൂളാക്കി മാറ്റുന്നതിൽ സോഷ്യലിസ്റ്റുകൾക്ക് പിന്നീട് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു ഘടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഇതുണ്ടാവുന്നുണ്ട്. VP സിംഗ് അതിനൊരു ആയുധമായിട്ട് മാത്രമാണ് ഉപയോഗിച്ചത്. താൽക്കാലിക രാഷ്ട്രീയ ആയുധമായിട്ട് മാത്രമാണ് അദ്ദേഹം ഇതിനെ കണ്ടിട്ടുള്ളത്. സാമുദായികമായ അദ്ദേഹത്തിന് ആ അർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് വരേണ്ട താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൃത്യമായും പിന്നീട് 90കളിലെ ജുഡീഷ്യറിയിൽ ഉൾപ്പെടെ നടക്കുന്ന ചില നീക്കുപോക്കുകൾ മണ്ഡൽ കമ്മീഷൻ്റെ തത്വത്തെ നിരാകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചപ്പോൾ തന്നെ ഇന്ദിരാ സഹനി കേസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു ആശയം അവർക്ക് മുന്നോട്ട് വെക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിനെതിരെ ശക്തമായൊരു പ്രതിരോധം ആഭ്യന്തരമായി ഇന്ത്യയിലുള്ള ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കേരളത്തിലൊക്കെ തന്നെ വളരെ പുരോഗമനകാരികളായുള്ള ദളിത് പിന്നോക്ക വിഭാഗത്തിലുള്ള ബുദ്ധിജീവികൾ ശക്തമായി അതിനോട് പ്രതികരിച്ചിരുന്നു. എങ്കിലും ദേശീയ തലത്തിൽ അതിനെ മറികടക്കാനുള്ള കാര്യമായുള്ള നീക്കം ഉണ്ടായിട്ടില്ല. അതിന് പല ഘടകങ്ങളുണ്ടാകാം. കാരണം ലോഹിയ സോഷ്യലിസ്റ്റുകളും അല്ലെങ്കിൽ ആ സോഷ്യലിസ്റ്റ് ധാര JP പ്രസ്ഥാനത്തിൻ്റെ തകർച്ച എന്ന് ഞാൻ പറയുന്നില്ല. പിന്നീട് ഇന്ത്യയിൽ കുറച്ചുകൂടി പിന്നോക്ക വിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ഒരു വെർട്ടിക്കൽ മൊബിലിറ്റി, കർഷക പ്രസ്ഥാനങ്ങൾ, ജാതി പ്രസ്ഥാനങ്ങൾ, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സാമുദായിക പ്രസ്ഥാനങ്ങൾ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു മണ്ഡലത്തിലേക്കാണ് വരുന്നത്. അധികാരത്തിനുള്ള ചില കോമ്പിനേഷൻസ്, പൊളിറ്റിക്സ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ന്യൂമറിക്സ്, എങ്ങനെ കൻഷറാംജിയുടെ ഉൾപ്പെടെയുള്ള കോമ്പിനേഷൻസ് അങ്ങനെയായിരുന്നു. അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അധികാരം നിശ്ചയമായിട്ടും അതൊരു വലിയ ഘടകമാകുമ്പോൾ തന്നെ ഈ ന്യൂമറിക്കൽ ഗെയിമിന് വലിയൊരു പെശക് പറ്റി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ജനാധിപത്യത്തെ നവീകരിക്കാനും കൂടുതൽ ഇൻക്ലൂസീവ് ആകാനും കഴിയുന്ന തരത്തിലുള്ള ചില ഉപാധികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മണ്ഡൽ മുന്നോട്ട് വെച്ചപ്പോഴും അതിനെ ഇവർ ശരിക്കും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രീമി ലെയർ വാദത്തെ സമരസപ്പെട്ടു പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇത് ഇന്ത്യയിലെ
ദളിത് ബഹുജൻ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയൊരു വിള്ളലാണ് ഉണ്ടാക്കിയത്. അതിലുള്ള പ്രബുദ്ധതയുള്ള വിഭാഗം മുഴുവൻ തന്നെ നിർവീര്യമാക്കി, പ്രത്യേകിച്ചും OBC വിഭാഗങ്ങളിൽ. കേരളത്തിലുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ അപൂർവം ചില ആളുകൾ മാത്രമാണ് സജീവമായി പിന്നീടും ദളിത് ബഹുജൻ പൊളിറ്റിക്സിൽ പോലും നിന്നുള്ളൂ എന്നുള്ളതാണ് ഈ വസ്തുത. അവർക്കത് മുന്നോട്ട് പോകില്ല. കേരളത്തിൽ അതിന് ഈസിയായി താങ്കൾ നേരത്തെ സംസാരിച്ചപ്പം പറഞ്ഞതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഭംഗിയായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. കാരണം EMSൻ്റെ മുഴുവൻ ആദ്യകാല തന്ത്രം മുഴുവൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ദളിത് ശൂദ്ര വിഭാഗങ്ങൾ മുഴുവൻ തന്നെ ഒരു ബ്രാഹ്മണിക്കൽ ഓർഡറിലൂടെ ഒരു ബ്രാഹ്മണിക്കൽ ബഹുജൻ സമാജമാണ് അദ്ദേഹത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കണ്ടെയ്ൻ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ യൂറോസെൻട്രിക് ആയിട്ടുള്ള ആശയത്തിലൂടെ ക്ലാസ് പൊളിറ്റിക്സിനെ മുന്നോട്ട്, വർഗരാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പറയുന്ന പ്രാന്ത്യ ജനാധിപത്യത്തെ നിഷ്കരണം കത്തിരിച്ചു കൊണ്ടേയിരുന്നു. ഒരു തരത്തിലുള്ള വിസിബിലിറ്റിയും കേരളത്തിലെ ദളിത് ബഹുജൻ വിഭാഗങ്ങൾക്ക് നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സൂക്ഷ്മതലത്തിലുള്ള പ്രാതിനിധ്യത്തെയും അട്ടിമറിച്ചു കൊണ്ടേയിരുന്നു. അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ പറയുന്ന പിൽക്കാലത്ത് EWSൽ എന്ന് പറയുന്ന ഒരു സംവരണ പദ്ധതിയിൽ ആശയപരമായി സമാഹരിക്കപ്പെട്ട തത്വം. ഈ പറയുന്ന ഇക്കണോമിക്കലി വീക്കർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരാൾ മെച്ചപ്പെടുന്നത് വഴി അയാൾക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട സ്ഥാനം ലഭിക്കുമെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി. നമുക്കറിയാം, ഒരാൾക്ക് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നതുകൊണ്ട് മാത്രം സാമൂഹികമായി അയാൾ ഒരർത്ഥത്തിലും പ്രതിനിധാനം ചെയ്യപ്പെടുന്നില്ല. ഒരു ആൾ ഒരു വ്യവസായി ആയിരിക്കാം, അയാൾ ഒരു പണം വന്നതുകൊണ്ട് മാത്രം സാമൂഹികമായി അവർക്കൊരിക്കലും പ്രതിനിധാനം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമുക്കറിയാം, കേരളത്തിലെ മലബാറുള്ള നിരവധി മുസ്ലിം വിഭാഗങ്ങൾ വ്യാപാരികളാണ്, കച്ചവടക്കാരാണ്. പക്ഷേ ഒരു 20 വർഷം മുമ്പ് വളരെ കുറച്ച് പേർ മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിൽ അവരുടെ ഇടയിൽ നിന്ന് വന്നുള്ളൂ എന്നൊരു വസ്തുതയാണ്. വന്നത് യഥാർത്ഥത്തിൽ പിന്നീട് സംവരണത്തിൻ്റെയും അതുപോലുള്ള പ്രതിനിധാനവും ഒപ്പം അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ കൂടി വലിയ പങ്കുവച്ചു എന്നുള്ളത് ശരിയാണ്. ആ സാമൂഹികമായുള്ള പ്രതിനിധാനം സാധ്യമായത് സംവരണം കൊണ്ട് മാത്രമാണെന്നുള്ള മാത്രമല്ല, അത് ഏറ്റവും അടിവരയിട്ട് പറയേണ്ടത് ദളിത് വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും അതുകൊണ്ട് മാത്രമാണ് സാധ്യമായത്. അതുകൊണ്ട് സാമ്പത്തികമായ ഒരു മുന്നോക്കാവസ്ഥ കൊണ്ട് മാത്രം ഭരണകൂടത്തിൻ്റെ വ്യവഹാര മണ്ഡലത്തിൽ ഒരു രീതിയിലും പ്രതിനിധാനം ചെയ്യില്ല എന്നുള്ളത് ഇന്ത്യയിലെ ദളിത് ബഹുജൻ വിഭാഗങ്ങൾക്ക് അറിയാമെങ്കിലും അതൊരിക്കലും തത്വത്തിൽ EMSനെ പോലുള്ള മാർക്സിസ്റ്റുകൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഈ തത്വം പറയുന്നത് വഴി കീഴാള വർഗങ്ങളുടെയും നിസ്സവർഗങ്ങളുടെയും പ്രതിനിധാനത്തെ അത് നിരന്തരം നിഷേധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് വളരെ ക്ലിയറാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ 1950കൾക്ക് മുമ്പ് നടന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 30ലെ വട്ടമേശ സമ്മേളനങ്ങൾ കാലം മുതൽ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ് കഴിയുന്നത് വരെയും മൗലികമായ ജനാധിപത്യ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ അംബേദ്കർക്ക് റേസ് ചെയ്യുന്നത് ഗോത്രവർഗ്ഗക്കാരുടെ ഓട്ടോണമി, ദളിതരുടെ സ്വയം പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസി. അതാണ് പിന്നീട് പൂന പാക്റ്റിന് ശേഷം സംവരണമായി തത്വത്തിൽ അംഗീകരിക്കുന്നതെങ്കിലും സവിശേഷമായ അൺടച്ചബിൾസിന് സവിശേഷമായ പ്രതിനിധാനം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ ഈ സത്വരാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിന് പുതിയ പുതിയ മാനങ്ങൾ വരുമ്പോൾ ഡോക്ടർ അംബേദ്കറിൻ്റെ ആ നിരീക്ഷണങ്ങൾ കൂടുതൽ അർത്ഥവത്താണ് യഥാർത്ഥത്തിൽ. പ്രത്യേക നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കേവലം ഇലക്ട്രേറ്റിൻ്റെ പ്രശ്നം മാത്രമല്ല, സത്വപരമായി വേർതിരിക്കപ്പെട്ട വിഭാഗങ്ങൾ രാഷ്ട്രീയമായി കൂടി വേർതിരിക്കപ്പെടണം എന്ന് ഈ പദമല്ല ഡോക്ടർ അംബേദ്കർ ഉപയോഗിച്ചിരുന്നെങ്കിലും അത് കൂടുതൽ കൂടുതൽ പ്രസക്തമാണ്. അത് ദളിതരുടെ കാര്യത്തിൽ മാത്രമല്ല, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, ഭാഷാ ന്യൂനപക്ഷങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പ്രതിനിധാനം ലഭ്യമല്ലാത്ത നിരവധി ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒക്കെ ഈ വിഷയം ഇന്ന് ആഗോളതലത്തിൽ റേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ഗ്ലോബലൈസേഷൻ്റെ കാലത്തിൽ കൂടുതൽ അത് പ്രകാശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് 1920 മുതൽ തന്നെ ജാതി നിർമൂലന ഘട്ടം മുതൽ ഡോക്ടർ അംബേദ്കർ തിയറൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന കാര്യത്തിന് ഇന്ന് കൂടുതൽ മാനങ്ങളുണ്ട്. അതിന് വലിയൊരു സാധ്യത നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. ട്രൈബൽ ഓട്ടോണമിയുടെ വിഷയം, ദളിതരുടെ സവിശേഷമായിട്ടുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞ മൗലികാവകാശമായി എന്തുകൊണ്ട് പ്രതിനിധാനത്തിൻ്റെ വിഷയം, സംവരണത്തിൻ്റെ വിഷയം വന്നു എന്നത് ഒക്കെ തന്നെ നമുക്കൊരു പാഠപുസ്തകം പോലെ നമ്മുടെ ഉള്ളിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ രാഷ്ട്ര ശരീരത്തിൽ അത് സന്നിവേശിപ്പിക്കുന്നൊരാശയമാണ്. പക്ഷേ ഇവിടുത്തെ മാർക്സിസ്റ്റുകൾക്ക് ഒരിക്കലും അത് പിടികിട്ടിയിരുന്നില്ല. അവർക്ക് ഭരണഘടനയുടെ വകുപ്പുണ്ടോ,
ആദിവാസികൾക്ക് സ്വയംഭരണം എന്നൊരു വകുപ്പ് ഉണ്ടോ, ഒന്നും തന്നെ ഇവരുടെ വ്യവഹാരങ്ങളിൽ എവിടെയും ഉണ്ടായിരുന്നേ ഇല്ല. അതുകൊണ്ട് കേരളത്തിലെ ആദിവാസികളുടെ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട ഒരു ലെജിസ്ലേഷനില്ല. 70 ഭൂപരിഷ്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇൻക്ലൂസീവായി ഈ സമൂഹങ്ങൾക്ക് ലാൻഡും ഒരു ഓട്ടോണമിയും അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ് ഈ രാജ്യത്തെ വിഭവം എന്നുള്ള നിലയിൽ ഭൂപരിഷ്കരണത്തിനുണ്ടായിരുന്നില്ല. ആദിവാസിയുടെയും ദളിതിൻ്റെയും കാര്യത്തിൽ അവരുടെ മാത്രമല്ല, കേരളത്തിലെ ഒരു നിസ്സവർഗങ്ങളെയും ഈ പറയുന്ന ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റിയുടേത്, തോട്ടം തൊഴിലാളികളുടേത്, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ബഹുജന വിഭാഗങ്ങൾക്കൊന്നും തന്നെ ആ നിരത്തിൽ സാമൂഹികമായി പ്രതിനിധാനം ചെയ്യുന്ന ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ, ഒരു കഷണം കേരളത്തിലെ ജനാധിപത്യത്തിലില്ല എന്നുള്ളത് നമുക്ക് അടിവരായിട്ട് പറയേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഏറ്റവും നെഗറ്റീവായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു EMSൻ്റെ ഈ ആശയം. ഇതിന് വല്ലാതെ ദോഷം ചെയ്തിട്ടുണ്ട്, ദുസ്വാധീനം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് വരട്ടെ, കേരളത്തെ രൂപപ്പെടുന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. കേരളം ഒരു മലയാളികളുടെ മാതൃഭൂമിയാണ് എന്ന് തിയറൈസിൽ തന്നെ, പക്ഷേ അതൊട്ടും ബഹുസ്വരമായ ഒരു ദേശീയതാ സങ്കല്പം ആയിരുന്നില്ല എന്നുള്ളതിൻ്റെ ദുര്യോഗം നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, കേരളത്തിൽ ആകെ നടന്നത് ടെനൻസി റെഗുലേഷൻ മാത്രമാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് നമുക്കിപ്പോൾ പ്രസക്തമല്ല. എങ്കിലും ഭൂപരിഷ്കരണത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ജന്മിത്വത്തിൻ്റെ ഒരു റീസ്ട്രക്ചറിങ്ങും അതോടൊപ്പം തന്നെ ടിനൻസിൻ്റെ ആയിരുന്ന അല്ലെങ്കിൽ പാട്ടക്കുടിയാന്മാരുന്ന ആളുകളുടെ ഒരു വെർട്ടിക്കൽ മൊബിലിറ്റിക്ക് ഒരു ഉപാധി മാത്രമായി അത് മാറി. ബാക്കി എല്ലാ കാര്യങ്ങളും തനി യൂറോപ്യൻ ആശയത്തിൽ അധിഷ്ഠിതമായതാണ് തോട്ടങ്ങളൊക്കെ നിലനിർത്തിയിരിക്കുന്നത്. എല്ലാതരം വ്യാജരേഖകളിലൂടെയാണ് തോട്ടങ്ങൾ നിൽക്കുന്നത്. അതിനൊന്നും അതൊക്കെ അൺടച്ചഡാണ്, തൊട്ടിട്ടില്ല. ഒരർത്ഥത്തിലും ലാൻഡ് റിലേഷനിൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ കൾട്ടിവബിൾ ലാൻഡിൻ്റെ 65% മുതൽ 75% കുത്തകയായി കൈവശം വെച്ചിരിക്കുന്ന തോട്ടങ്ങൾ തൊടാതിരിക്കുന്നതിൽ അതിനെ നെഹ്റുവിയൻ പോളിസിയൊക്കെ കുറ്റപ്പെടുത്താമെങ്കിലും കേരളത്തിൽ EMS പിൽക്കാലത്ത് CPI ഉൾപ്പെടെ അതിനകത്ത് കൈവച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ അതാണ് ഇന്ന് കേരളം നേരിടുന്ന പാരിസ്ഥിതികമായ ദുരന്തങ്ങളുടെ ഒരു കാരണം. രണ്ടാമത്, കേരളം വളരെ വേഗം വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാരണം. ഇപ്പം നമുക്കറിയാം, ഒരർത്ഥത്തിൽ ഈ CPM ഒക്കെ തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഹിന്ദു പാർട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ ജാതി അടിത്തറകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, അതിനകത്ത് ദളിതരുണ്ട്, ശൂദ്രരുണ്ട്, പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും മൗലികമായും ഒരു ബ്രാഹ്മണിക്കൽ ഓർഡറിലേക്ക് കോഓപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ശൂദ്ര വിഭാഗങ്ങളുടെ ഒരു അധികാര മുന്നണി രാഷ്ട്രീയത്തിലൂടെ ഈ പറയുന്ന സവർണജാതി വിഭാഗങ്ങൾ, ശൂദ്രജാതി വിഭാഗങ്ങൾ, ഒരു പരിധിവരെ പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഒരു ഇക്കണോമിക് പ്രോഗ്രസ്സിലൂടെ അത് നേടിയിരിക്കുന്നത് ഫലത്തിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചുറ്റുവട്ടം മാത്രമേ അത് സൃഷ്ടിച്ചിട്ടുള്ളൂ. അതിൻ്റെ എല്ലാ വൈതരണികളും കേരളത്തിലുണ്ട്. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞ ശൂദ്രലഹളയുടെയൊക്കെ ഒരു രാഷ്ട്രീയം വരുന്നത് ഈ ഭൂപരിഷ്കരണത്തിന് ശേഷമുള്ള ഇവരുടെ ഒരു ബഹുസ്വര രാഷ്ട്രീയത്തിൻ്റെ ഉൾക്കാഴ്ച ഇല്ലായ്മയാണ് അതിനെത്തിച്ചേർന്നിരിക്കുന്നത്. സംവരണ വിരുദ്ധത ഒക്കെ അതിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പം എയ്ഡഡ് മേഖലയെ തൊടാതിരിക്കാൻ കഴിയാത്തത്. എയ്ഡഡ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ജാതി കോളനിയായി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനേക്കാളേറെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളതിൽ 95% ഈ പറയുന്ന ശൂദ്രലഹളക്കാരുടെ ഒരു ലാവണമായി മാറുന്നത്. അതുകൂടാതെ എല്ലാ തരത്തിലുള്ള മറ്റ് തൊഴിൽദായക സംവിധാനങ്ങളെല്ലാം തന്നെ പതുക്കെ സവർണവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരിടം. പിന്നെ കേരള രാഷ്ട്രീയം വളരെ ജീർണിച്ച് നാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം സംഘപരിവാറിനൊക്കെ തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കൊണ്ടിരിക്കുന്നതിൽ ഈ ജീർണിച്ച രാഷ്ട്രീയത്തിന് വലിയൊരു പങ്കുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് നമുക്ക് പോകേണ്ടതില്ല എങ്കിലും ഫലത്തിൽ ആ ദിശയിലേക്കാണത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ പറയുന്ന ഒരു 70-കൾക്ക് ശേഷം ഇന്ത്യയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ, അല്ലെങ്കിൽ ദേശീയ തലത്തിലുണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഉയർന്നു വന്ന ഒരു വലിയൊരു സാധ്യത. അതോടൊപ്പം തന്നെ 70-കൾക്ക് ശേഷം വന്ന അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും ദളിത് പാന്തർ മൂവ്മെൻറ്റുകളൊക്കെ തന്നെ അംബേദ്കറിസത്തിൻ്റെ പുതിയ മാനങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. പക്ഷേ 80-90-കളാകുമ്പോൾ ബഹുജൻ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനം കിട്ടിയെങ്കിലും ഇൻക്ലൂസീവായുള്ള ജനാധിപത്യ സാധ്യതയെ വികസനമാക്കുന്നതിൽ ഒരു ഉൾക്കാഴ്ച പൂർണ്ണമായും ഉണ്ടായോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്താ പറയേണ്ടത്, പിന്നീട് EWS
ലെജിസ്ലേഷൻ വരെ എത്തി നിൽക്കുന്ന ഒരു 20 വർഷത്തെ ഇടവേളയിൽ അതിന് വേണ്ട ഒരു പരിഗണന കൊടുക്കാത്തത് കൊണ്ട് തന്നെ ജുഡീഷ്യറിക്കൊക്കെ വലിയ കടന്നാക്രമണം ഏകപക്ഷീയമായി നടത്താനുള്ള ഒരു അവസരം ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയേണ്ടിയിരുന്നത് പാർലമെൻറ്റിനും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ മണ്ഡലത്തിലായിരുന്നു. അതിൻ്റെ ഒരു ജീർണതയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പട്ടികാതി പട്ടികവർഗ ലിസ്റ്റെല്ലാം തന്നെ അട്ടിമറിക്കാനും ആർട്ടിക്കിൾ 341 മുഴുവൻ അടിത്തറയെ അങ്ങ് റദ്ദാക്കി അതിനെ ബൈപ്പാസ് ചെയ്ത് തോന്നിയ പോലെ സംസ്ഥാനങ്ങൾക്ക് പട്ടികാതി ലിസ്റ്റിനെ മാറ്റം വരുത്താനൊക്കെ ഉള്ള ഒരു കാര്യം പറയാനുള്ള ധൈര്യം ജുഡീഷ്യറി. BJP ഗവൺമെൻറ് അവിടെ ഉള്ളതുകൊണ്ട് മാത്രമല്ല, നിശ്ചയമായിട്ട് അത്തരം കോൺസ്പിറേറ്റോറിയലാണ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴും ജുഡീഷ്യറിക്ക് അങ്ങനെ ഒരു ധൈര്യം കിട്ടുന്നത് ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ അപജയമല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. ഞാനിപ്പോൾ ബഹുജൻ രാഷ്ട്രീയത്തൊന്നും കുറ്റം പറയുകയല്ല. ബഹുജൻ രാഷ്ട്രീയം എത്രത്തോളം വികസ്വരമാകുമ്പോഴും അത് ഇൻക്ലൂസീവ് ആകണം. ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാന്ത്യത്തിൻ്റെ വിഷയം, പ്രതിനിധാനത്തിൻ്റെ വിഷയം നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. അത് അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ BSPക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം മായാവതി രംഗത്ത് വന്നിരിക്കുന്നു. ഈ പറയുന്ന നിയമനിർമ്മാണം വന്നപ്പോൾ അതൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. ആസാദിനെ പോലുള്ള പുതിയ ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യയിലെമ്പാടും തന്നെ പുതിയൊരു തോട്ട് പ്രോസസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഇതൊരു പുതിയ മൂവ്മെൻറ്റിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ പറയുന്ന പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയത്തെ നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോഴും ഈ പറയുന്ന പ്രത്യേക പ്രതിനിധാനം വിടുന്ന ചില ജനവർഗ്ഗങ്ങൾ ഉണ്ട് എന്നും അതിന് ഭരണഘടനയിൽ ചില സ്പേസ് ഉണ്ട് എന്നും 1930കളിലെ ഡോക്ടർ അംബേദ്കറിൻ്റെ വീക്ഷണങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം പ്രതിനിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ. കാരണം സത്വവാദപരമായിട്ടുള്ള പ്രതിനിധാനങ്ങൾക്ക് കൂടുതൽ ജനാധിപത്യത്തിൽ പ്രസക്തി നേടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, ഇതിനെല്ലാം തന്നെ ഇന്ന് പ്രതിനിധാനം ഉണ്ടായേ പറ്റൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധാനത്തിൻ്റെ ആവശ്യക്കാർ ദളിതരും ആദിവാസികളും തന്നെയാണ്. അവർക്ക് ഭരണഘടനയിൽ അതിൻ്റെ ഒരു മണ്ഡലം തന്നെയുണ്ട്. അത് ഇന്ത്യയുടെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ പറയുന്ന പ്രിമിറ്റീവ് നാഷണാലിറ്റികളുടെ ഒരു പൊളിറ്റിക്കൽ ഗ്രൗണ്ടാണ്. അവരാണ് ഇന്ത്യയെ ഏകീകരിച്ച് നിർത്തുന്ന ഒരു നമ്മുടെ തങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ബൗദ്ധമണ്ഡലം. ആ മണ്ഡലത്തെ ശിഥിലമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംഘപരിവാർ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിനെ കൗണ്ടർ ചെയ്യേണ്ടത് ആ മണ്ഡലത്തെ ഏകീകരിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അവരുടെ പ്രത്യേക പ്രതിനിധാനം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളിപ്പം നന്നായി പൊളിറ്റിക്സിൽ കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമാണ്.